ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ അല്പസമയം മാത്രം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. മനുഷ്യൻ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, പരസ്പര സ്നേഹമില്ലാതെ ജീവിക്കുന്ന ഈ കാലഘട്ടം, അവിടെ നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ നമ്മുടെ മുൻപിലേക്ക് ഇറങ്ങി വന്ന് നമ്മളുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുവാൻ വേണ്ടി, നമ്മളുടെ പാപങ്ങളെ വഹിക്കുവാൻ വേണ്ടി, നമ്മളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ വേണ്ടി, നമ്മളുടെ കഷ്ടതകളെയൊക്കെയും നമ്മളിൽ നിന്ന് എടുത്ത് നീക്കുവാനും, നമ്മുടെ ശാപങ്ങളെയൊക്കെയും നമ്മളിൽ നിന്ന് നീക്കുവാനുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ അപ്പോൾ നമ്മളിൽ നിന്ന് ഇതൊക്കെയും നീങ്ങിപ്പോകും. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അനേക കഷ്ടതകളും പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ജല തടാകത്തിൽ കൂടി നാം നീന്തുകയാണ് അക്കരയ്ക്ക്. പക്ഷേ നമുക്ക് സുപരിചിതമായ സ്ഥലമല്ല അതിന് എത്ര അകലമുണ്ട് എന്നുള്ളത്. എന്നാൽ ഇടയ്ക്ക് നാം നമ്മുടെ കൈയും കാലുമൊക്കെ തളർന്നു പോയിട്ട് നാം മരണത്തോട് മല്ലടിക്കുന്ന ഒരവസ്ഥ പോലെയാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ രക്ഷപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള അനേക സാഹചര്യങ്ങളെ നമ്മൾ നേരിടേണ്ടതുണ്ട്. എന്നാൽ അനേക സ്ഥലങ്ങളിൽ നാം പരാജയപ്പെട്ടു പോകാറുണ്ട്. നാം വിജയം ഭരിച്ചാലും അല്പസമയത്തേക്ക് മാത്രം ഒരു ശ്വാസം ലഭിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ എന്ന് പ്രിയമുള്ളവരെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ നമുക്ക് ഒരു സ്ഥലമുണ്ട്, നമുക്ക് ഉറപ്പായതൊന്നുണ്ട്, ഒരു കോട്ട അല്ലെങ്കിൽ ഉറപ്പായ ഒന്ന്. അതിനുള്ളിൽ നാം സുരക്ഷിതരായിരിക്കും. അവിടേക്ക് നമ്മെ തകർത്ത് കളയുവാനോ, നമ്മെ നശിപ്പിച്ചു കളയുവാനോ, നമ്മുടെ സമാധാനം, സന്തോഷം, സ്നേഹം, ദീർഘക്ഷമ ഇതൊക്കെയും ഇല്ലാതെയാക്കി കളയുവാൻ ആർക്കും ഒന്നിനും കടന്നു വരുവാൻ കഴിയുകയില്ലാത്ത ഒരു സ്ഥലം. അത് യേശു കർത്താവിന്റെ ബലമുള്ള കരം തന്നെയാണ്. ആ യേശു ക്രിസ്തുവിന്റെ ബലമുള്ള കരം നമ്മളെ എപ്പോഴും നമ്മെ സഹായിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രം: യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസത്താൽ അനേക കഷ്ടതകളെ തരണം ചെയ്തുകൊണ്ട് ഈ ലോകത്തെ ജയിച്ച് അനേക മനുഷ്യരുണ്ട്. അവരൊക്കെ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ഇവിടെ കൊണ്ട് തീർന്നു പോയി, ഇനി ഞങ്ങൾക്ക് മുൻപോട്ടൊരു ജീവിതമില്ല. കാരണം സഹായിക്കുവാൻ ആരുമില്ല. സഹായിക്കുവാൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവർ പോലും ഇപ്പോൾ നമ്മുടെ സമീപത്തോ അല്ലെങ്കിൽ നാം വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിലോ അല്ല, അതിനും അപ്പുറത്താണ്. അവരെ സഹായിക്കുമെന്ന് യാതൊരു ഉറപ്പുപോലും ഇല്ല. എന്നാൽ യേശു കർത്താവ് അപ്രകാരമല്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും സമീപത്ത് യേശു കർത്താവ് ദൂരസ്ഥനല്ല, സമീപസ്ഥനാണ്. അപ്പോൾ ആ ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് അതൊക്കെയും നിറവേറ്റിത്തരും. എത്രയോ എത്രയോ മനുഷ്യർ യേശുവിന്റെ അടുത്തേക്ക് അവരുടെ ആവശ്യങ്ങളുമായി കടന്നു ചെന്നു.
യേശുവിന്റെ സ്നേഹം അവരിലേക്കൊക്കെ ഒഴുകിയെത്തി അവരൊക്കെയും വളരെ സന്തോഷത്തോടെ തന്നെയാണ് കടന്നുപോയി തിരിച്ചുപോയത്. യേശുവിനെ വിളിച്ചപേക്ഷിച്ചവർ, യേശുവിന്റെ അടുത്തേക്ക് കടന്നു ചെന്നവർ, വഴിയിൽ വെച്ച് യേശു കണ്ട മനുഷ്യർ, അവരെയൊക്കെയും യേശു ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും അവരെ ശ്രമിക്കമാക്കുകയും അവരിലുള്ള ഭൂതങ്ങളെ ഒഴിപ്പിച്ചു കളയുകയും ഒക്കെ ചെയ്തതായി തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നും അതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തെ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. തിരുവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ പോണ ഇസ്രാ പുരോഹിതന്റെ 6-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേൽ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശ്ശൂർ രാജാവിന്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ടേസ്റ്റും ഒരു രുചിയുമില്ലാത്തതാണ്. സാധാരണ മനുഷ്യൻ വലിയ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ, ഞെരുക്കം അനുഭവിക്കുമ്പോൾ, ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന മറ്റാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ അവരാ വേദനകളെ മുഴുവൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഭക്ഷിക്കുന്നതാണ് പുളിപ്പില്ലാത്ത അപ്പം. അത് ദൈവം അവരെ സഹായിക്കുകയും ദൈവത്താൽ രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നേർത്തോട് കണക്കെ ഇരിക്കുന്നു, അവന് ഇഷ്ടമുള്ള ഇടത്തേക്കൊക്കെയും അതിനെ തിരിച്ചുവിടും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അശൂർ രാജാവിന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ ഭക്തന്മാർക്ക്, ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി തിരിച്ചു കൊടുത്തു എന്നിവിടെ കാണുവാൻ കഴിയും. ആ സന്തോഷം ഓർത്തപ്പോഴാണ് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിക്കുവാനിടയായി തീർന്നത്. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം സകല മനുഷ്യർക്കും അറിയാവുന്ന ഒരു വാക്യമാണിത്. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ 2-ാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും ജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവജനത്തിനും അനുകൂലവാദിയും ആയിരുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം രാജാവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലാതെ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. വരാൻ പോകുന്ന കഷ്ടതകളെയും പ്രയാസങ്ങളെയും അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുവാൻ വരെ ശത്രുവായവൻ തയ്യാറെടുക്കുകയും അതിനുവേണ്ടി ഒരുക്കങ്ങളൊക്കെയും ചെയ്തപ്പോൾ ആ മനുഷ്യന് ചെയ്യുവാൻ ഒന്നേ കഴിയുമായിരുന്നുള്ളൂ: പ്രാർത്ഥിക്കുക. കാരണം അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ദൈവമെന്ന ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആ ദൈവം താൻ പ്രാർത്ഥിക്കുകയും താൻ ഭയപ്പെടുകയും ചെയ്യുന്നതായ വിഷയത്തിന് ഒരു നല്ല സമാപ്തിയെ ദൈവം കുറിക്കും എന്നുള്ളത് ആ മനുഷ്യൻ അറിയായിരുന്നു. ആ മനുഷ്യൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അതൊരു വലിയ വിജയമായി തന്നെ മാറിയെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് എന്താണ് ഇവിടെ പ്രതികൂലമായി നിൽക്കുന്നത്, ആരാണ് നമ്മളെ തകർക്കുവാൻ, നശിപ്പിച്ചു കളയുവാൻ ഒരുങ്ങി നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയുവാൻ ചിലപ്പോൾ കഴിയുകയില്ല. എന്നാൽ നാം തിരിച്ചറിഞ്ഞു വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ വഴികളും ഒന്നുമില്ലായിരിക്കും. എന്നാൽ മൊർദെഖായി അപ്രകാരമുള്ള മനുഷ്യനായിരുന്നില്ല. ദൈവത്തോട് ഏറ്റവും അടുത്ത് ദൈവത്തിൽ ഇത്രയധികം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മറുപടിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു മൊർദെഖായി. ആ മൊർദെഖായിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക തന്നെ ചെയ്തു, അതിന് ഉത്തരം അരുളുക തന്നെ ചെയ്തു. എന്നേക്കുമായി മൊർദെഖായിക്കും അവന്റെ ജനത്തിനും അത് ഏറ്റവും വലിയ മുഴുവനുമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ ഓർത്തുകൊള്ളണം,
ദൈവം എനിക്ക് അനുകൂലമാണ്. കാരണം എനിക്ക് പ്രതികൂലമായി നിൽക്കുന്ന ദൈവമല്ല, അനുകൂലമായി എനിക്ക് നിൽക്കുന്ന ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ദൈവത്തിൽ വിശ്വാസം വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ വിഷയം എത്ര വലുതാണെങ്കിലും അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനും നമുക്കത് വലിയ അനുഗ്രഹമാക്കി തീർക്കുവാനും കഴിയും. അതാണ് കൃഷിയും വിതയും നടക്കും എന്ന് പറയുന്നത്. കൃഷിയും വിതയും നടക്കണമെങ്കിൽ നല്ല നിലമായിരിക്കണം. നല്ല നിലമാകുന്നത് എപ്രകാരമാണ്? നമ്മളുടെ ഹൃദയത്തിലെ അഴുക്കും മാലിന്യങ്ങളും എല്ലാം നീക്കിക്കളഞ്ഞ് നാം സത്യദൈവത്തിൽ വിശ്വസിക്കുകയും ആ സത്യദൈവം നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, ആ ദൈവത്തിൽ നാം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ ആ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ വിശ്വാസത്തെ ഏറ്റുകൊണ്ട് നമുക്ക് അനുകൂലമായി തീരും, അനുഗ്രഹമായി തീരും. അങ്ങനെ നാം അനുഗ്രഹത്തിൽ ആ അനുഗ്രഹം പ്രാപിച്ചു വളരെ സന്തോഷവും സമാധാനവും എന്നും എന്നേക്കും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് നാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.